Hello friends, Hi Kitchen Recipes in Malayalam. എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാൾ മുമ്പ് ഞാൻ വട്ടയപ്പത്തിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അത് കണ്ടിട്ട് ഒത്തിരി പേർക്ക് സക്സസ് ആയി എന്ന് പറഞ്ഞ് എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്ക് മാത്രം 1.1 മില്യൺ വ്യൂസ് ആണ് ആയിട്ടുള്ളത്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു അന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആയിരുന്നു പെർഫെക്റ്റ് ആയിട്ടുള്ള കേരള സ്റ്റൈൽ അപ്പത്തിന്റെ റെസിപ്പി ഷെയർ ചെയ്യാനായിട്ട്. അപ്പൊ ഇന്ന് ഞാൻ അങ്ങനെയുള്ള ശരിക്കും ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ രുചിയിലുള്ള അപ്പത്തിന്റെ റെസിപ്പിയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേരള സ്റ്റൈൽ അപ്പം തയ്യാറാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു വലിയ ഗ്ലാസ് നിറച്ചും ഇഡ്ഡലി റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ കുടിക്കുന്ന വെള്ളത്തിൽ കുറച്ചൊഴിച്ച് കുതിർക്കാനാക്കി 3 മണിക്കൂറെങ്കിലും വെക്കണം. 3 മണിക്കൂറിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ അതിന് അത്രയ്ക്ക് നല്ലൊരു മണമായിരിക്കില്ല. അതുകൊണ്ട് 3 മണിക്കൂർ മാത്രം കുതിർക്കാനാക്കി വെച്ചാൽ മതി. വട്ടയപ്പം റെസിപ്പിയിൽ പറഞ്ഞോളം തന്നെ ഈ കേരള അപ്പം തയ്യാറാക്കുമ്പോഴും സാധാ പച്ചരിക്ക് പകരം ഇഡ്ഡലി റൈസാണ് ഉപയോഗിക്കണമെങ്കിൽ ഒരു പ്രത്യേക രുചിയുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേരള അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. മിക്സിയുടെ ജാറിലോട്ട് അതേ ഗ്ലാസ്സിൽ ഏകദേശം 3/4 ഗ്ലാസ് തേങ്ങ ചുരണ്ടിയത്, അതായത് തേങ്ങ ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നന്നായി കുതിർത്തിട്ടുള്ള ഇഡ്ഡലി റൈസും അത് കുതിർക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വെള്ളം ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് 2-3 പ്രാവശ്യമായിട്ട് ഇതിനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുവാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മധുരം അനുസരിച്ച് പഞ്ചസാരയും ചേർക്കാം. ഞാൻ ഏകദേശം 5 ടീസ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനേലും കുറവ് പഞ്ചസാര മതിയെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. നമ്മൾ കൂടുതൽ പഞ്ചസാര ചേർക്കും തോറും ഈ അപ്പം ചുട്ടെടുക്കുമ്പം അതിൻ്റെ സൈഡൊക്കെ കുറേ കൂടെ ഗോൾഡൻ കളറായി കിട്ടും. ഇതിനെ നന്നായിട്ട് ഞാൻ വീണ്ടും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ടോട്ടലി ഏകദേശം ഒരു 3/4 ഗ്ലാസ് ഇല്ല കേട്ടോ, അതിനേലും കുറവ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ചെറിയ തരികൾ തോന്നുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതിനെ കുറുക്കിയെടുക്കാൻ പോവാണ്. കുറുക്കിയിട്ട് ആ കുറുക്ക് തണുത്തതിന് ശേഷം ഒന്നും കൂടെ നമ്മൾ ഇത് ഇട്ടിട്ട് ഒന്നുകൂടിയിട്ടൊന്ന് അടിച്ചെടുക്കും. അപ്പോൾ കുറച്ചും കൂടെ ഇത് പേസ്റ്റായി കിട്ടും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിത് അരയ്ക്കുമ്പം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരയ്ക്കുവാണെങ്കിൽ അതങ്ങനെ പെട്ടെന്ന് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം അരയ്ക്കാനായിട്ട്. എല്ലാം കൂടെ 3/4 ഗ്ലാസ് ഒരുമിച്ചിടാണ്ട് കുറേശ്ശെ ഒഴിച്ച് അരച്ചെടുക്കണം കേട്ടോ. ഇത് പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത്. ഒരു പാനിലോട്ട് അരച്ചു വെച്ചിട്ടുള്ള മാവിൽ നിന്നും 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി അളന്നെടുത്തിട്ടുള്ളത് അതേ ഗ്ലാസ്സിൻ്റെ 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ കുറുക്കിയെടുക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കുറുക്കിയെടുക്കാമെന്ന് വിചാരിക്കരുത്. പെട്ടെന്ന് കുറുക്കിയെടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മുടെ അപ്പത്തിന് ടെക്സ്ചർ നന്നായിരിക്കില്ല, അത്ര സോഫ്റ്റ്നെസ് കിട്ടില്ല. ഞാൻ വട്ടയപ്പം റെസിപ്പിയിൽ പറഞ്ഞോണം തന്നെ ഇതുപോലെ തരി കുറുക്കിയെടുക്കുമ്പം സമയമെടുത്ത് വേണം കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ 7-8 മിനിറ്റ് എടുത്ത് വളരെ ലോ ഫ്ലെയിം, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കണ്ടിന്യൂസ് ആക്കി ഇളക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കട്ട പിടിച്ചൊന്നും വരില്ല. ഇതൊരു സെമി തിക്ക് പരുവായിട്ടാണ് ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കുറുക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒരു ലൂക്ക് വാം ആവാൻ വേണ്ടി, അതായത് ഒരു നേരിയ ചൂട് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച ചൂട് പാടില്ല, നേരിയ ചൂടാണ് പാടുള്ളൂ. ഇപ്പോൾ ഇതിനൊരു നേരിയ ചൂടേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ബാക്കിയുള്ള മാവിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ വളരെ നേരിയ ചൂടുള്ള കുറുക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഈസ്റ്റാണ് ചേർക്കേണ്ടത്. ഞാനിതിലോട്ട് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്താൽ മതിയാകും. ഇതിനെ നല്ല പേസ്റ്റ് പരുവം അരച്ചെടുക്കാം. അപ്പോൾ ഇതിലോട്ട് ടോട്ടൽ ഞാൻ ഏകദേശം 3/4 ഗ്ലാസ് വെള്ളമാണ് ടോട്ടൽ അരയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ 3/4 ഗ്ലാസ് ചേർക്കാണ്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഓരോ അരി അനുസരിച്ചിരിക്കട്ടോ. ചിലപ്പോൾ കുറച്ചും കൂടി കൂടുതൽ വെള്ളം വേണ്ടി വരും, അല്ലെങ്കിൽ കുറവ് വെള്ളം മതി. അപ്പോൾ അതനുസരിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിത് അത്യാവശ്യം ലൂസായിരിക്കണം ബാറ്റർ. ഈ ഒരു പരുവായിരിക്കണം നമ്മളുടെ അപ്പത്തിൻ്റെ ബാറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറുക്കൊരു നേരിയ ചൂടിൽ വേണം അരയ്ക്കാനായിട്ടെന്ന്. കാരണം എന്താ പറയാമോ, ഈസ്റ്റ് നന്നായിട്ട് ആക്ടിവേറ്റ് ആവണമെങ്കിൽ നേരിയൊരു ചൂടുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഒരുപാട് തിളച്ച ചൂടാണെങ്കിൽ അല്ലെങ്കിൽ ഒട്ടും ചൂടില്ലെങ്കിലും ഈസ്റ്റ് പ്രോപ്പറായിട്ട് ആക്ടിവേറ്റ് ആവില്ല. ഓക്കെ,
ഇനി നമുക്കിതിനെ നന്നായിട്ട് മൂടി വെച്ച് 2.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ ഇതിനെ ഒന്ന് റൈസ് ചെയ്യാനായിട്ട് പൊന്താനാക്കി വെക്കണം. നല്ല തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ഓഫ് ചെയ്തിട്ടുള്ള ഒരു ഓവൻ്റെ അകത്ത് വെച്ചാലും മതി. ഏകദേശം 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് നന്നായിട്ടാണ് ഫെർമെൻ്റായി വന്നേക്കണേ നോക്കൂ. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് മധുരം കുറവ് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞിട്ട്. ഇനി നമുക്കിതിനെ ചുട്ടെടുക്കാം. അത്യാവശ്യം ചൂടുള്ള അപ്പച്ചട്ടിയിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് എടുക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യം അപ്പം ചുടുമ്പോഴും അപ്പച്ചട്ടിയുടെ ചൂട് നന്നായിട്ട് ക്രമീകരിക്കണം. അപ്പോൾ ഒരുപാട് ചൂടുണ്ടെങ്കിൽ ഇതിങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒന്നിച്ചിരി വെള്ളം ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ചൂടൊന്ന് കുറച്ചതിന് ശേഷം മാത്രം മാവ് ഇട്ട് കൊടുത്ത് വീണ്ടും അപ്പം ചുട്ടെടുക്കാം. ഇനി ഇതുപോലെ കറക്കിയെടുക്കുന്ന സമയത്ത് ലേസ് പോലെ വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അപ്പം ബാറ്റർ കുറച്ച് കട്ടി കൂടുതലാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരല്പം കുടിക്കുന്ന വെള്ളം, ഒരുപാട് കൂടി പോരുത്, കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വേണം ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് ചെറുതാക്കി ലൂസാക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾ അപ്പം ചുടാൻ ശ്രമിക്കുമ്പം ഇതുപോലെ നല്ല ലേസ് പരുവായിട്ട് കിട്ടും. അങ്ങനെ കറക്കിയെടുത്തതിന് ശേഷം നമുക്കിതിനെ മൂടി വെച്ച് മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിലവർക്ക് ഇതിൻ്റെ സൈഡൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടിരിക്കാനാണ് ഇഷ്ടം. അങ്ങനെയുള്ളവർ നന്നായിട്ട് തീ കുറച്ച് വെച്ച് കുറച്ചും കൂടെ സമയം കൂടുതലെടുത്ത് വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഗോൾഡൻ കളറായി കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞോളം തന്നെ പഞ്ചസാരയുടെ അംശം കുറച്ചും കൂടെ കൂടുതലുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ സൈഡെല്ലാം കൂടുതൽ ഗോൾഡൻ കളറായി കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് എല്ലാം നല്ലൊരു വൈറ്റ് കളറായിട്ട് തന്നെയാണ് വേണ്ടതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ഓഫ് ചെയ്ത് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അപ്പച്ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളതും എൻ്റെ വട്ടയപ്പം റെസിപ്പി പോലെ തന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഹോട്ടലിൽ നിന്നും കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു റെസിപ്പി നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ കിട്ടുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും അതോടൊപ്പമുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോഴൊക്കെ ഇതുപോലുള്ള നല്ല റെസിപ്പി വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.